അസ്സലാമു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 തസ്കിയത്തുൽ വിൽദാനിലെ 13ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തു സാലിസ്താഷർ 13ാമത്തെ പാഠം മിൻ ജവാമിഉൽ കലിം. ഈ പാഠത്തിൽ നമ്മൾ പല ഇമാമുമാർ രേഖപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആശയം നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: 1. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ഇതിൻ്റെ ആശയം, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിന് തഖ്വയുള്ളവനായിരിക്കുക. തിന്മ ചെയ്താൽ നന്മയും ചെയ്യുക, നന്മ തിന്മയെ മായ്ച്ചു കളയും. ആളുകളോട് ഉത്തമ സ്വഭാവത്തോടെ പെരുമാറുകയും ചെയ്യുക. 2. ഇന്ന മിമ്മ അദ്റകൻ നാസ മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅത. ഇതിൻ്റെ അർത്ഥം, നബി വചനങ്ങളിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളിലൊന്ന് നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യുക. 3. യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാരി വഅന അഗ്ഫിറുദ് ദുനൂബ ജമീഅൻ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. ഇതിൻ്റെ ആശയം, എൻ്റെ അടിമകളെ, നിങ്ങൾ രാവിലും പകലിലും തെറ്റുകൾ ചെയ്യുന്നു. ഞാൻ മുഴുവൻ തെറ്റുകളും പൊറുക്കുന്നവനാകുന്നു. അതിനാൽ നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടൂ, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരും. 4. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി വൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വഖശീത അയ്യത്തലിഅ അലൈഹിൻ നാസ്. ഇതിൻ്റെ ആശയം, സൽ സ്വഭാവം പുണ്യമാണ്. നിന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നതും ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുന്നതുമായ കാര്യങ്ങളാണ് കുറ്റം. 5. ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുക്കല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുക്കന്നാസ്. ഇതിൻ്റെ അർത്ഥം, ദുനിയാവിൽ നീ ഭൗതിക വിരക്തിയുള്ളവനാവുക, എങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും. ജനങ്ങളുടെ അടുക്കലുള്ളതിൽ നീ വിരക്തിയുള്ളവനാവുക, എന്നാൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. 6. ലാ ലററ വലാ ലിറാർ. ഇതിൻ്റെ ആശയം, അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവം ചെയ്യരുത്. 7. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഅയ്യിർഹു ബിയദിഹി ഫഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി ഫഇല്ലം യസ്തതിഅ ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ഇതിൻ്റെ ആശയം, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ തൻ്റെ കൈകൊണ്ട് അവനത് തടുത്തുകൊള്ളട്ടെ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ നാവ് കൊണ്ട് തടയട്ടെ. അതിന് സാധിച്ചില്ലെങ്കിൽ തൻ്റെ ഹൃദയം കൊണ്ട് വെറുത്തുകൊള്ളട്ടെ. അതാകട്ടെ ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. അടുത്ത പേജ് നോക്കൂ. 8. ബിഹസബിമ്രിഇൻ മിനശ്ശർരി അൻ യഹ്കിറ അഖാഹുൽ മുസ്ലിം കുല്ലു മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർളുഹു. ഇതിൻ്റെ ആശയം, കുറ്റക്കാരനാവാൻ തൻ്റെ മുസ്ലിമായ ഒരു സഹോദരനെ നിന്ദിക്കൽ തന്നെ ധാരാളം. ഒരു മുസ്ലിമിൻ്റെ എല്ലാം മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ നിഷിദ്ധമാണ്, അഥവാ അവൻ്റെ രക്തം, സമ്പത്ത്, അഭിമാനം. 9. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഖറല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന വമാ ഇജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ഇതിൻ്റെ ആശയം, ആരെങ്കിലും ഇൽമിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഒരു സമൂഹം ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ വീടുകളിൽ അവൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അവർ പരസ്പരം
പഠനം നടത്തുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ മേൽ സമാധാനമിറങ്ങുകയും കാരുണ്യം ചുറ്റിപ്പൊതിയുകയും മലക്കുകൾ വലയം ചെയ്യുകയും അള്ളാഹു അവൻ്റെ അടുത്തുള്ളവരോട് അവരെപ്പറ്റി പറയുകയും ചെയ്യും. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? മആനിൽ കലിമാത്തിൽ ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബിർറുൻ പുണ്യം അല്ലെങ്കിൽ നന്മ, മഹാ മായ്ച്ചോ, ഇസ്തഹ ലജ്ജിച്ചോ, ബിഹസബ് മതി, സുഹുദുൻ ഭൗതിക വിരക്തി, ഖയ്യറ തടഞ്ഞോ, തദാറസ പഠിച്ചോ, ഹറാം നിഷിദ്ധം, സലക്ക പ്രവേശിച്ചു, അഖ്തഅ തെറ്റു ചെയ്തു, ഇഹ്സാൻ നന്മ ചെയ്യൽ, ഖാലക ഇടപെട്ടു, അൽഅഫ് ഏറ്റവും ബലഹീനം, അത്ബഅ പിന്തുടർത്തി, മുൻകറുൻ തിന്മ, ഇൽതമസ അന്വേഷിച്ചു, ഇസ്മുൻ കുറ്റം, ഇർള് അഭിമാനം, സക്കീനത്തുൻ സമാധാനം, ഹഖറ നിന്ദിച്ചു, റഷിയ പൊതിഞ്ഞു, ളിറാർ ബോധപൂർവം ഉപദ്രവിക്കൽ, ലറർ അറിയാതെ ഉപദ്രവിക്കൽ. നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖറ, ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബിർ അതിൻ്റെ വിപരീതം ഇസ്മ, ഹസനത്ത് അതിൻ്റെ വിപരീതം സയ്യിഅത്ത്. അടുത്തത് നസല നസലത്ത്, ഹഫ ഹഫത്ത്, റഷിയ റഷിയത്ത്, കരിഹ യക്റഹു, ഇജ്തമഅ യജ്തമിഉ, സലക യസ്ലുകു, സഹദ യസ്ഹദു, തദാറസ യതദാറസു, അദ്റക യുദ്രികു, തല യത്ലു, റഅ യറ, അഹബ്ബ യുഹിബ്ബു, ഹഖറ യഹ്കിറു, ഗയ്യറ യുഗയ്യിറു, സനഅ യസ്നഉ. അടുത്ത പ്രവർത്തനം നുകവ്വിനുൽ ജുമല കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ബാക്കിയുള്ളത് പൂർത്തീകരിക്കണം. ഒന്നാമത്തെ ഉദാഹരണം ഇന്നല്ലാഹ കതബ സ്വലാത്ത അലാ കുല്ലി മുസ്ലിമിൻ. ഇതൊരു ഉദാഹരണമാണ്. ഈ താഴെ കൊടുത്തത് നോക്കൂ. ഒന്ന്, ഇന്നല്ലാഹ ഡാഷ് അലൽ മുസ്ലിമീൻ, അവിടെ ബ്രാക്കറ്റിൽ സൗം എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ പൂരിപ്പിക്കേണ്ടത് കതബ സൗമ, ഇന്നല്ലാഹ കതബ സൗമ അലൽ മുസ്ലിമീൻ. രണ്ട്, ഇന്നല്ലാഹ ഡാഷ് അലൽ മുസ്തതീഈൻ, അവിടെ ബ്രാക്കറ്റിൽ അൽ ഹജ്ജ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ പൂരിപ്പിക്കേണ്ടത് കതബൽ ഹജ്ജ, ഇന്നല്ലാഹ കതബൽ ഹജ്ജ അലൽ മുസ്തതീഈൻ. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ഈ ഉദാഹരണം ഉപയോഗിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ വിട്ടത് പൂരിപ്പിക്കണം. ഒന്നാമത്തത് ആമിലിൻ നാസ് ബി അദബിൻ ഡാഷ്, അവിടെ പൂരിപ്പിക്കേണ്ടത് ഹസനിൻ, ആമിലിൻ നാസ് ബി അദബിൻ ഹസനിൻ. രണ്ട്, ആഷിരിൻ നാസ് ബി കലാമിൻ ഡാഷ്, അവിടെയും പൂരിപ്പിക്കേണ്ടത് ഹസനിൻ എന്നാണ്, ആഷിരിൻ നാസ് ബി കലാമിൻ ഹസനിൻ. മൂന്നാമത്തെ ഉദാഹരണം നസലത്തി സക്കീനത്തു അലത്താലീൻ. ഇനി താഴെ ഒന്ന് ഡാഷ് ദാരിസീൻ, അവിടെ പൂരിപ്പിക്കേണ്ടത് നസലത്തി സക്കീനത്തു അല. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. നസലത്തി സക്കീനത്തു അലദ്ദാരിസീൻ. രണ്ട്, ഡാഷ് അലദ്ദാകിരീൻ, അവിടെ പൂരിപ്പിക്കേണ്ടത് നസലത്തി സക്കീനത്തു, നസലത്തി സക്കീനത്തു അലദ്ദാകിരീൻ. അടുത്ത പേജ് നോക്കൂ. നുതർജിമു ഇലൽ അറബിയ, ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം അറബിയിൽ തർജിമ ചെയ്യണം. ഒന്ന്, അല്ലാഹു തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഇതിൻ്റെ അറബി സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. രണ്ട്, മുസ്ലിമിൻ്റെ രക്തവും സമ്പത്തും അഭിമാനവും മുസ്ലിമിന് നിഷിദ്ധമാണ്. ഇതിൻ്റെ അറബി അൽ മുസ്ലിമു അലൽ മുസ്ലിമി ഹറാമുൻ ദമഹു വമാലുഹു വ ഇർലുഹു. മൂന്ന്, അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവം ചെയ്യരുത്. ഇതിൻ്റെ അറബി ലാ ലററ വലാ ലിറാർ. നാല്, അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കും. ഇതിൻ്റെ അറബി ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ. അഞ്ചാമത്തത് ലജ്ജയില്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളത് ചെയ്യാം. ഇതിൻ്റെ അറബി ഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഅത. അടുത്ത പ്രവർത്തനം നുജീബ്. തസ്കിയ ചോദ്യങ്ങളെല്ലാം അറബിയിലായതുകൊണ്ട് തന്നെ ഓരോ ചോദ്യത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരമെഴുതാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ചോദ്യത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാം. ഒന്ന്, കൈഫ യുഖാലിഖുൽ മുസ്ലിമുൻ നാസ്, എങ്ങനെയാണ് ഒരു മുസ്ലിം ജനങ്ങളോട് പെരുമാറേണ്ടത്?
ഉത്തരം ഉത്തമ സ്വഭാവത്തോടെയാണ് പെരുമാറേണ്ടത്. 2. മാദാ അദ്റകൻ നാസ മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊലാ. അതായത് നബി വചനങ്ങളിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ഒന്നെന്ത്? ഉത്തരം നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യുക. 3. സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന ലിമൻ. അതായത് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ആർക്ക്? ഉത്തരം ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചവന്. 4. ഹഫത്തുഹുമുൽ മലായിക മൻ. അതായത് മലക്കുകൾ പൊതിയും. ആരെ? ഉത്തരം ഒരു സമൂഹം ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ വീടുകളിൽ അവൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും പരസ്പരം പഠനം നടത്തുകയും ചെയ്യുന്നവരെ. 5. മാഹുവൽ ബിർ. എന്താണ് നന്മ? ഉത്തരം സൽ സ്വഭാവം. 6. മത്താ യുഹിബ്ബുല്ലാഹുൽ അബ്ദ. അതായത് എപ്പോഴാണ് അള്ളാഹു അടിമയെ ഇഷ്ടപ്പെടുന്നത്? ഉത്തരം ദുനിയാവിൽ ഭൗതിക വിരക്തിയുള്ളവനാകുമ്പോൾ. 7. കൈഫ യുഗയ്യിറുൽ മുസ്ലിമുൽ മുൻകറ. അതായത് എങ്ങനെയാണ് മുസ്ലിം ഒരു തിന്മയെ തടയേണ്ടത്? ഉത്തരം ഒരു തിന്മ കണ്ടാൽ തൻ്റെ കൈ കൊണ്ട് തടയുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ നാവ് കൊണ്ട് തടയുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ ഹൃദയം കൊണ്ട് വെറുത്തുകൊള്ളുക. അടുത്ത പ്രവർത്തനം നുക്കമ്മിൽ. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. അൽ മുസ്ലിമു അലൽ മുസ്ലിമി ഡാഷ് ദമുഹു വ മാലുഹു വ ഇർലുഹു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹറാമുൻ. അൽ മുസ്ലിമു അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വ മാലുഹു വ ഇർലുഹു. 2. ഇസ്ഹദ് ഫീമ ഇൻദന്നാസി ഡാഷ് അന്നാസ്. അവിടെ പൂരിപ്പിക്കേണ്ടത് യുഹിബ്ബുക. ഇസ്ഹദ് ഫീമ ഇൻദന്നാസി യുഹിബ്ബുക അന്നാസ്. 3. ഇസ്തഗ്ഫിറൂനി ഡാഷ് ലക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് അഗ്ഫിർ. ഇസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. 4. അത്ബി ഇസ്സയ്യിഅത ഡാഷ് തംഹുഹ. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ഹസനത. അത്ബി ഇസ്സയ്യിഅത അൽ ഹസനത തംഹുഹ. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.